നമസ്കാരം. മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ മകൻ നിഷാന്ത് കുമാർ ഇന്ന് ഔദ്യോഗികമായി ജെഡിയുവിൽ ചേർന്നിരിക്കുകയാണ്. പട്നയിലെ പാർട്ടി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ നിഷാന്ത് കുമാർ അംഗത്വം സ്വീകരിക്കുമ്പോൾ അവിടെ തെളിഞ്ഞത് ബീഹാറിന്റെ ശോഭനമായ ഭാവി തന്നെയാണ്. ബിജെപിയുമായുള്ള സഖ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ നിതീഷ് കുമാർ കണ്ടെത്തിയ ഏറ്റവും വിശ്വസ്തനായ പോരാളിയാണ് നിഷാന്ത് കുമാർ. കുടുംബ രാഷ്ട്രീയത്തെ എതിർക്കുന്ന ബിജെപിയുടെ നിലപാട് വ്യക്തമാണെങ്കിലും നിഷാന്ത് കുമാറിനെ പോലെ പഠിപ്പും വിവരവുമുള്ള അഴിമതിയുടെ കറ പുരളാത്ത ഒരു യുവാവ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ബീഹാറിന് ഗുണമാകും. RJDയെ പോലെ അഴിമതിയിൽ മുങ്ങിയ ഒരു പ്രതിപക്ഷം ബീഹാറിനെ വീണ്ടും പിന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ നിതീഷ് കുമാറിന്റെ അതേ പ്രതിച്ഛായയുള്ള ഒരാൾ വേണമെന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ലാലു പ്രസാദ് യാദവിന്റെ മകൻ തേജസ്വി യാദവിന്റെ ഗുണ്ട രാഷ്ട്രീയത്തിന് ബീഹാർ ഇനിയും ഇരയാകാൻ പാടില്ല എന്ന നിതീഷ് കുമാറിന്റെ ദീർഘവീക്ഷണമാണ് ഈ നീക്കത്തിന് പിന്നിൽ. ബിജെപി നേതൃത്വവുമായി നിതീഷ് കുമാർ നടത്തിയ കൃത്യമായ ചർച്ചകളുടെ ഫലമാണ് ഈ പുതിയ കരുനീക്കം. ഇവിടെ മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബിജെപി നേതാവും ഉപമുഖ്യമന്ത്രിയുമായ സാമ്രാട്ട് ചൗധരി ഇന്ന് അമിത്ഷായുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ്. ബീഹാറിന്റെ ഭരണ ചുമതല ബിജെപി നേരിട്ട് ഏറ്റെടുക്കുന്നതിന്റെ ഫലമായി നിതീഷ് കുമാർ കേന്ദ്രത്തിലേക്ക് മാറാൻ തയ്യാറെടുക്കുകയാണ്. ഈ മാറ്റം സുഗമമാക്കാനാണ് മകനെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നത്. നിതീഷ് കുമാറിന്റെ അനുഭവ സമ്പത്തും മോദിജിയുടെ കരുത്തുറ്റ നേതൃത്വവും ചേരുമ്പോൾ ബീഹാറിൽ ഇനി പ്രതിപക്ഷത്തിന് സ്ഥാനമുണ്ടാകില്ല. ഇത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വലിയ നേട്ടമാകും. ബീഹാറിൽ ഒരു കാവ്യ തരംഗം ഉറപ്പാക്കാൻ ഈ സഖ്യം കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിഷാന്ത് കുമാർ ഇന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്: പപ്പയുടെ വികസന പ്രവർത്തനങ്ങൾ ഞാൻ തുടരുമെന്ന്. നിതീഷ് കുമാർ ബീഹാറിന് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ കാര്യം ബിജെപിയുമായി ചേർന്ന് സംസ്ഥാനത്തെ കാട്ടുഭരണത്തിൽ നിന്ന് രക്ഷിച്ചു എന്നതാണ്. ആ പാരമ്പര്യം നിഷാന്ത് കുമാർ കാത്തു സൂക്ഷിക്കുമെന്ന് പറയുമ്പോൾ അത് മോദിജിയുടെ വികസന നയങ്ങൾക്കുള്ള പിന്തുണ കൂടിയാണ്. പ്രതിപക്ഷം ഇതിനെ കുടുംബ രാഷ്ട്രീയം എന്ന് വിളിച്ച് പരിഹസിക്കാൻ നോക്കുന്നുണ്ട് എങ്കിലും ബീഹാറിലെ ജനങ്ങൾക്കറിയാം ഇതൊരു രക്ഷാ കവചമാണെന്ന്. അഴിമതിക്കാരായ RJD കുടുംബം ബീഹാറിനെ വീണ്ടും കൊള്ളയടിക്കാൻ വരാതിരിക്കാൻ നിതീഷ് കുമാറും ബിജെപിയും ചേർന്ന് നടത്തുന്ന ഈ പോരാട്ടം ബീഹാറിനെ ഒരു വികസിത സംസ്ഥാനമാക്കി മാറ്റും. ചുരുക്കത്തിൽ നിഷാന്ത് കുമാറിന്റെ വരവ് NDA സഖ്യത്തിന്റെ വിജയ യാത്രയ്ക്ക് പുതിയൊരു അധ്യായം കുറിച്ചിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.